അതാണ് ഈ പറഞ്ഞതിൽ തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക. മോട്ടോർ സൈക്കിളിലും ചില ലൈറ്റ് മേളിൽ വെച്ചിട്ടുണ്ട്, ഓട്ടോറിക്ഷ മുമ്പിൽ ചില ലൈറ്റ് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് കമ്പനി തന്ന ലൈറ്റ് അല്ലാതെ ഏതെങ്കിലും ലൈറ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് അഴിച്ചു മാറ്റുക. ഇനി അഴിച്ചു മാറ്റാൻ കോടതി നിർദ്ദേശമുണ്ട്, നിയമത്തിൽ വ്യവസ്ഥയുണ്ട്, അതിലുപരിയായി ഹൈക്കോടതിയുടെ ശക്തമായ താക്കീതുണ്ട്. അനുസരിച്ചേ പറ്റൂ, എത്രയും പെട്ടെന്ന് അഴിച്ചു മാറ്റുക. അല്ലെങ്കിൽ മോട്ടോർ വെഹിക്കിൾ ഉദ്യോഗസ്ഥർ വന്ന് അഴിച്ചു മാറ്റാൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾക്കൊരു പിണക്കം ഉണ്ടാവണ്ട. അയ്യോ, ഞാൻ കാശ് കൊടുത്ത് മാറ്റി വെച്ച സാധനമല്ലേ, എൻ്റെ വണ്ടിക്ക് അതൊരു അലങ്കാരമല്ലായിരുന്നു, മഞ്ഞ ലൈറ്റും വെക്കാൻ അധികാരമില്ല, നമുക്ക് പറ്റില്ല. കമ്പനി എന്താണോ നൽകിയിരിക്കുന്നത് അത്. ഇപ്പോൾ കമ്പനി എന്നൊക്കെ LED ലൈറ്റാണ് വരുന്നത്, അതിന് മുമ്പിൽ ലെൻസ് പിടിപ്പിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യരുത്. എതിർവശത്ത് വരുന്ന ആളിൻ്റെ കണ്ണിലേക്ക് അടിക്കുമ്പോൾ അപകടത്തിലാക്കാനുള്ള ചുമതല സർക്കാരിൻ്റെ ഭാഗമായ ഒരു മന്ത്രിക്ക് നിർബന്ധമായിട്ടുണ്ട്. ഞാൻ നിങ്ങളടുത്ത് പറയുന്നു, ഒരു മനപ്രയാസത്തിനും വിഷമത്തിനും ഇടപെടേണ്ട. നിങ്ങൾ ആദ്യം തന്നെ മോട്ടോർ സൈക്കിൾ മുതൽ ബസ്സും ലോറിയും ടിപ്പർ ലോറി അടക്കമുള്ള എല്ലാ ഫ്രണ്ടിലത്തെ ലൈറ്റ് എല്ലാം അഴിച്ചു മാറ്റണം. ഫ്രണ്ട് ചില ഇലുമിനേറ്റിംഗ് ലൈറ്റുകളൊക്കെ മുകളിൽ വെച്ചിട്ടുണ്ട്, അതും അഴിച്ചു മാറ്റണം. ഹെഡ് ലൈറ്റ് മാത്രം കമ്പനി ഫിറ്റ് ചെയ്ത് അല്ലെങ്കിൽ ബോഡി ബിൽഡർ വിട്ട് തന്ന മോട്ടോർ വെഹിക്കിൾ ഉദ്യോഗസ്ഥൻ പരിശോധിച്ചപ്പോൾ ഉണ്ടായിരുന്ന ആ ഒരു രജിസ്റ്ററിംഗ് അതോറിറ്റി മുമ്പിൽ നിങ്ങൾ കൊണ്ടുവന്ന ആ ലൈറ്റ് അല്ലാതെ എക്സ്ട്രാ ഒരു ലൈറ്റും വയ്ക്കുക. നിങ്ങൾ സൈഡിലൊക്കെ വെച്ചു, സൈഡിൽ എലിമിനേഷൻ ലൈറ്റോ പുറയിൽ എലിമിനേഷൻ ലൈറ്റോ വെച്ചു. പക്ഷേ പുറകെ വരുന്ന വാഹനത്തിലേക്ക് അടിക്കുന്ന ലൈറ്റ് വയ്ക്കാൻ പറ്റില്ല. റിവേഴ്സ് ലൈറ്റ് ഓൺ ചെയ്തിട്ട് വണ്ടി ഓടിക്കാൻ പറ്റും, അതൊന്നും വയ്ക്കരുത്. ചില അലങ്കാര ലൈറ്റുകളൊക്കെ ടൂറിസ്റ്റ് ബസ്സുകളിലൊക്കെ വയ്ക്കാം. പക്ഷേ നമസ്കാരം. ബഹുമാനനായ മന്ത്രി ഗണേഷ് കുമാർ MLA മന്ത്രി അറിയുന്നതിന് വേണ്ടി ഈ ലൈറ്റിൻ്റെയും കാര്യം, ബ്രേക്ക് ലൈറ്റും അതേപോലെയുള്ള ലൈറ്റുകളുടെ കാര്യത്തിൽ ഞങ്ങൾ സാധാരണക്കാരെ പ്രൈവറ്റുകാരെ അല്ലാതെ തന്നെ KSRTC ബസ്സുകൾക്കും ബ്രേക്ക് ലൈറ്റും ഇൻഡിക്കേറ്റർ ലൈറ്റും ഡിമ്മിൽ ലൈറ്റ് അടിക്കുന്നതിൻ്റെ കാര്യങ്ങളൊക്കെ KSRTC ബസ്സുകൾക്കും അതുപോലെ തന്നെ സർക്കാർ എല്ലാ വാഹനങ്ങൾക്കും ഇത് നിർബന്ധമാക്കണം എന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. നന്ദി. ഇതിനെക്കാട്ടിൽ മുമ്പേ ആദ്യം ഈ കേരളത്തിൽ ഇങ്ങനെയുള്ള വസ്തുക്കൾ വിൽക്കുന്ന കടകൾ സീൽ ചെയ്യുക, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള വസ്തുക്കൾ നിർമ്മിച്ച് കേരളത്തിലോട്ട് കയറ്റുമതി ചെയ്യുന്ന കമ്പനികൾ ഇവിടെ കൊണ്ടുവരുന്ന വാഹനങ്ങൾ തടഞ്ഞ് അതിന് നിങ്ങൾ ശിക്ഷ ഈടാക്കുക. അല്ലെങ്കിൽ ഇതേപോലെയുള്ള സാധനങ്ങൾ പണിതെടുക്കുന്ന കമ്പനികൾ ആദ്യം നിർത്തലാക്കുക. ഈ എക്സ്ട്രാ ഫിറ്റിംഗ് ചെയ്യുന്ന മഞ്ഞ ലൈറ്റുകളും അതുപോലെയുള്ള ഹോണുകളും മനുഷ്യൻ്റെ ഗർഭം കലക്കി എന്ന് പറയുന്ന വളരെ ശബ്ദമുള്ള ഹോണുകൾ ഇന്ന് നമ്മുടെ കേരളത്തിൽ സുലഭമാണ് എല്ലാ കടകളിലും. എന്തുകൊണ്ട് ആ കടകൾ റെയ്ഡ് ചെയ്യുന്നില്ല? എന്തുകൊണ്ട് ആ കടകളിൽ ആ സാധനങ്ങൾ നിരോധിക്കുന്നില്ല? അതാണ് ഫസ്റ്റ് സർക്കാർ ചെയ്യേണ്ട നിലപാട്. ഉദാഹരണം പറയുമെങ്കിൽ മദ്യം വിൽക്കുവാൻ സർക്കാർ മദ്യശാലകൾ അനവധി കേരളത്തിൽ തുറന്നിട്ടുണ്ട്. ഇപ്പോൾ ഇഷ്ടം പോലെ നേരത്തെ ഉള്ളതിനേക്കാട്ടിലും കൂടുതൽ ഇപ്പോൾ തുറന്ന് പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷേ മദ്യം വിറ്റ് അതിൻ്റെ പണം ടാക്സ് ഉൾപ്പെടെ എല്ലാം സർക്കാരിൻ്റെ ഖജനാവിലോട്ട് എത്തുന്നുണ്ട്. പക്ഷേ അത് വാങ്ങിക്കുന്ന വ്യക്തി വീട്ടിൽ കൊണ്ടുവച്ച് കഴിക്കുവാൻ കഴിയുന്നില്ലെങ്കിൽ അവൻ തൊട്ട് പറമ്പിലോ അല്ലെങ്കിൽ വഴിയോരത്തിരുന്നോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒളിച്ചം പാത്തിരുന്ന് കഴിച്ച് ഇങ്ങനെ കൊണ്ടുപോകുമ്പോൾ അവനെ പിടിക്കുവാൻ പോലീസും എക്സൈസും ഉണ്ട്. എന്നാൽ പിന്നെ മദ്യം അങ്ങ് നിർത്തലാക്കുന്നതല്ലേ സർക്കാർ ചെയ്യേണ്ട ആദ്യ നിലപാട്? ഈ പൊതുജനങ്ങളെ ദ്രോഹിക്കാതിരിക്കുന്നതിന് വേണ്ടിയാണ് നിങ്ങൾ ഇത് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ആദ്യം. നേരിൻ്റെ ശബ്ദത്തിലേക്ക് എൻ്റെ പ്രിയപ്പെട്ട എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഞാൻ നിങ്ങളുടെ സ്വന്തം അരുൺ നെടുമങ്ങാട്. കഴിഞ്ഞ ദിവസം നമുക്കെല്ലാവരും കാണുന്നതാണ്, ചാനലിലൂടെയും അല്ലാതെയും ഫേസ്ബുക്കിലും ഒക്കെ യൂട്യൂബിലും ഒക്കെ ഞാൻ വളരെയധികം സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന മന്ത്രി ഗണേഷ് കുമാർ പറഞ്ഞ ഒരു പ്രസ്താവന. അതിങ്ങനെയാണ്: ഒരു വാഹനം ഇറക്കുമ്പോൾ, അത് കാറായാലും ബസ്സായാലും ലോറി ആയാലും എല്ലാം, ബൈക്കായാലും ശരി, അതിനകത്ത് എക്സ്ട്രാ ഫിറ്റ് ചെയ്യുന്ന ലൈറ്റുകൾ, മഞ്ഞ ലൈറ്റുകൾ, ഹോണുകൾ എന്ന് വേണ്ട എന്തെല്ലാം എക്സ്ട്രാ ഫിറ്റ് ചെയ്യുന്നുവോ അങ്ങനെ കമ്പനി ഏത് രീതിയിൽ ഇറക്കുന്നോ അതിന് എതിരെ അതിലുപരിയായിട്ട് എന്തെങ്കിലും സെറ്റ് ചെയ്തുകൊണ്ട് റോഡിലൂടെ നിരത്തിൽ ഇറക്കുകയോ ഓടിക്കുകയോ ചെയ്താൽ അതിന് നിയമപരമായുള്ള എല്ലാ ശിക്ഷകൾ കൊടുക്കുമെന്നും അതിന് ഫൈൻ ഈടാക്കുമെന്നും ആ എക്സ്ട്രാ ഫിറ്റ് ചെയ്ത സാധനങ്ങൾ ഇളക്കിക്കളയണം എന്നും മന്ത്രി ഗണേഷ് കുമാർ ഒരു പ്രസ്താവന ഇറക്കി. അതിനോടനുബന്ധിച്ച് അതിനു മുമ്പേ മന്ത്രി ഗണേഷ് കുമാർ വേറൊരു പ്രസ്താവന ഇറക്കിയിരുന്നു. കുഞ്ഞുങ്ങൾക്കുള്ള കൺസെഷൻ കൊടുക്കുന്നതിന് ഇനി KSRTC ഓഫീസുകൾ പോകേണ്ട ആവശ്യമില്ല, ഓൺലൈനിലൂടെ നിങ്ങൾക്ക് അപേക്ഷ കൊടുക്കാം, നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ അത് ലഭിക്കുമെന്നും. പക്ഷെങ്കിൽ ഈ രണ്ട് പ്രസ്താവനയോട് എന്തു ന്യായമില്ലാത്ത പ്രസ്താവനയാണ് ഇറക്കിയത്.
അതിനിമിത്തം സാധാരണ ജനങ്ങൾ ഏത് രീതിയിൽ ദ്രോഹിക്കപ്പെടുന്നുണ്ട്, കഷ്ടപ്പെടുന്നുണ്ട്, അവരുടെ ധനങ്ങൾ നഷ്ടമാവുന്നുണ്ട് എന്ന് ഈ ഗണേഷ് കുമാർ ഒന്ന് മനസ്സിലാക്കിയാൽ നന്നായിരിക്കും എന്നാണ് എൻ്റെ വിനീത അഭ്യർത്ഥന. ആദ്യമേ തന്നെ വാഹനത്തിൻ്റെ കാര്യങ്ങൾ പറയട്ടെ. സാധാരണ ജനങ്ങളെ പിഴിഞ്ഞ്, അതായത് പിച്ചച്ചട്ടിയിൽ കൈയിട്ട് വാരുന്ന ഈ പ്രസ്താവന മാത്രമല്ല, ഇടതുപക്ഷ സർക്കാരിൻ്റെ, ഇപ്പോൾ കേരളം ഭരിക്കുന്ന സർക്കാരിൻ്റെ അർത്ഥശൂന്യമായ ഒരു നടപ്പുമില്ലാത്ത, അതല്ലെന്നുണ്ടെങ്കിൽ സാധാരണ പച്ച മലയാളത്തിൽ പറഞ്ഞാൽ പിച്ചച്ചട്ടിയിൽ കൈയിട്ട് വാരുന്ന ഈ പ്രസ്താവന നിർത്തിവെക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതിന് കാരണം, പ്രസ്താവന ഇറക്കിയാൽ മാത്രം പോരാ, സാധാരണക്കാരൻ്റെ നെഞ്ചത്ത് കുത്തുന്നത് മാത്രം പോരാ, സാധാരണക്കാരനെ പിഴിയുന്നത് മാത്രം പോരാ, സാധാരണക്കാരന് ഈ വാഹനത്തിൽ ഒരു ചെറിയ 100-300 രൂപയുടെ സാധനം വാങ്ങിച്ച് സെറ്റ് ചെയ്യുമ്പോൾ അതിന് അവന് 2000 രൂപയും 5000 രൂപയും ശിക്ഷയ്ക്ക് ഫൈൻ അടയ്ക്കുകയും അവനെ വേണ്ട രീതിയിൽ ക്രോസ് വിസ്താരം ചെയ്യുകയും അവനെ വഴിയിൽ തടഞ്ഞു വെച്ച് അവൻ്റെ മണിക്കൂർ വിലപ്പെട്ട സമയങ്ങൾ നഷ്ടപ്പെടുത്തുകയും ചെയ്യുന്ന ഈ സർക്കാരിൻ്റെ ഈ നിലപാട് ശരിയാണോ എന്ന് എന്നെ കേൾക്കുന്ന ജനങ്ങൾ മനസ്സിലാക്കി, അതിനുപരി എന്നെ കേൾക്കുന്ന പ്രിയ ബഹുമാനായ, ഞാൻ ബഹുമാനിക്കുന്ന പ്രിയ ഗണേഷ് കുമാർ മന്ത്രി ഒന്ന് മനസ്സിലാക്കണം എന്ന് എനിക്ക് ഈ സമയത്ത് ഓർമ്മിപ്പിക്കുവാനുള്ളത്. ഒന്ന്, ഈ സാധാരണക്കാരനെ പിഴിയുന്നതിനെക്കാട്ടിൽ മുമ്പേ ആദ്യം ഈ കേരളത്തിൽ ഇങ്ങനെയുള്ള വസ്തുക്കൾ വിൽക്കുന്ന കടകൾ സീൽ ചെയ്യുക, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള വസ്തുക്കൾ നിർമ്മിച്ച് കേരളത്തിലോട്ട് കയറ്റുമതി ചെയ്യുന്ന കമ്പനികൾ ഇവിടെ കൊണ്ടുവരുന്ന വാഹനങ്ങൾ തടഞ്ഞ് അതിന് നിങ്ങൾ ശിക്ഷ ഈടാക്കുക, അല്ലെങ്കിൽ ഇതേപോലെയുള്ള സാധനങ്ങൾ പണിതെടുക്കുന്ന കമ്പനികൾ ആദ്യം നിർത്തലാക്കുക. ഈ എക്സ്ട്രാ ഫിറ്റിംഗ് ചെയ്യുന്ന മഞ്ഞ ലൈറ്റുകളും അതുപോലെയുള്ള ഹോണുകളും, മനുഷ്യൻ്റെ ഗർഭം കലക്കി എന്ന് പറയുന്ന വളരെ ശബ്ദമുള്ള ഹോണുകൾ ഇന്ന് നമ്മുടെ കേരളത്തിൽ സുലഭമാണ് എല്ലാ കടകളിലും. എന്തുകൊണ്ട് ആ കടകൾ റെയ്ഡ് ചെയ്യുന്നില്ല? എന്തുകൊണ്ട് ആ കടയിൽ ആ സാധനങ്ങൾ നിരോധിക്കുന്നില്ല? അതാണ് ഫസ്റ്റ് സർക്കാർ ചെയ്യേണ്ട നിലപാട്. ഉദാഹരണം പറയുമെങ്കിൽ മദ്യം വിൽക്കുവാൻ സർക്കാർ മദ്യശാലകൾ അനവധി കേരളത്തിൽ തുറന്നിട്ടുണ്ട്. ഇപ്പോൾ ഇഷ്ടം പോലെ, നേരത്തെ ഉള്ളതിനേക്കാട്ടിലും കൂടുതൽ ഇപ്പോൾ തുറന്ന് പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷേ മദ്യം വിറ്റ് അതിൻ്റെ പണം, ടാക്സ് ഉൾപ്പെടെ എല്ലാം സർക്കാരിൻ്റെ ഖജനാവിലോട്ട് എത്തുന്നുണ്ട്. പക്ഷേ അത് വാങ്ങിക്കുന്ന വ്യക്തി വീട്ടിൽ കൊണ്ടുവച്ച് കഴിക്കുവാൻ കഴിയുന്നില്ലെങ്കിൽ അവൻ തൊട്ട് പറമ്പിലോ അല്ലെങ്കിൽ വഴിയോരത്തിരുന്നോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒളിച്ചം പാത്തിരുന്ന് കഴിച്ച് ഇങ്ങനെ കൊണ്ടുപോകുമ്പോൾ അവനെ പിടിക്കുവാൻ പോലീസും എക്സൈസും ഉണ്ട്. എന്നാൽ പിന്നെ മദ്യം അങ്ങ് നിർത്തലാക്കുന്നതല്ലേ സർക്കാർ ചെയ്യേണ്ട ആദ്യ നിലപാട്? ഈ പൊതുജനങ്ങളെ ദ്രോഹിക്കാതിരിക്കുന്നതിന് വേണ്ടിയാണ് നിങ്ങൾ ഇത് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ആദ്യം മദ്യശാലകൾ അടച്ചുപൂട്ടുക. മദ്യം ഇവൻ ഇല്ലാത്ത ജോലി ചെയ്ത് കഷ്ടപ്പെട്ട് പൈസ ഉണ്ടാക്കി മദ്യത്തിന് വീട്ടിൽ കൊടുക്കേണ്ട 1000 രൂപ പ്രതിദിനം കിട്ടുന്നുവെങ്കിൽ അതിനകത്ത് നിന്ന് 300, 400, 500 രൂപ കൊടുത്ത് സർക്കാരിൻ്റെ മദ്യശാലയിൽ കയറി, അംഗീകൃത മദ്യശാലയിൽ കയറി മദ്യം വാങ്ങിച്ച് വീട്ടിൽ കൊണ്ടുവച്ച് കഴിക്കാൻ പറ്റുന്നില്ല. വീട്ടിൽ കൊണ്ടുവച്ച് കഴിക്കുമ്പോൾ ഭാര്യയും മക്കളും എതിർത്ത് നിൽക്കുന്നു. അത് നിമിത്തം അവൻ വീട്ടു വിട്ടിറങ്ങി വെളിയിൽ പോയി കഴിക്കുന്നു. വെളിയിൽ പോയി കഴിച്ചു വരുമ്പോൾ അവനെ പോലീസ് പിടിക്കുന്നു. എന്നിട്ട് വീട്ടിൽ വന്ന് കുടുംബത്തിൽ കലഹങ്ങളും ബഹളങ്ങളും ഉണ്ടാകുന്നു. എന്തിനീ വിഷം, എന്തിനീ മദ്യം വിൽക്കുന്നതിനെ തടയുവാൻ സർക്കാർ എന്തുകൊണ്ട് മുന്നോട്ട് കടന്നു വരുന്നില്ല? ഇപ്പോൾ കഴിഞ്ഞ മാസങ്ങൾക്ക് മുമ്പ് വേറൊരു സർക്കാർ ഉത്തരവ് ഇറക്കിയിരുന്നു. മദ്യശാലകൾ, സർക്കാരിൻ്റെ ബിവറേജ് കോർപ്പറേഷനിൽ ചെല്ലുന്ന മദ്യം വിൽക്കുന്ന ആൾക്കാർ, മദ്യം വാങ്ങുവാനായി ചെല്ലുന്നവർ സഞ്ചിയുമായിട്ട് ചെല്ലണം, അല്ലെങ്കിൽ വീണ്ടും 10 രൂപ കൊടുത്തോ 10 രൂപ 5 രൂപ എങ്ങാണ്ട കൊടുത്ത് ആ സഞ്ചി വാങ്ങണം. വീണ്ടും ആ മദ്യവിക്കുന്ന വ്യക്തിയെ വീണ്ടും പിഴിയുന്ന പ്രസ്താവനയല്ലേ കാണിക്കുന്നത്. അതുപോലെ തന്നെ പ്ലാസ്റ്റിക് ഉപയോഗങ്ങൾ നിർത്തലാക്കിയിരുന്ന, പ്ലാസ്റ്റിക് കത്തിച്ചാൽ ഫൈൻ ഈടാക്കുന്നു. പ്ലാസ്റ്റിക് സാധനങ്ങൾ വാങ്ങുവാനോ കൊടുക്കുവാനോ പാടില്ല സാധാരണക്കാരന്. പക്ഷേ ഈ പ്ലാസ്റ്റിക് നിർമ്മിക്കുന്ന കമ്പനികൾ എന്തുകൊണ്ട് റദ്ദ് ചെയ്യുന്നില്ല? കാരണം അതിൽ നിന്ന് ലക്ഷങ്ങൾ കോടികൾ നിങ്ങൾക്ക് വരുമാനം സർക്കാരിന് ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് അവരെ നിങ്ങൾ ദ്രോഹിക്കുന്നില്ല, മറിച്ച് അത് വാങ്ങുന്ന സാധാരണക്കാരൻ്റെ കഴുത്ത് വെട്ടി അല്ലെങ്കിൽ സാധാരണക്കാരനെ കൊല്ലുന്ന പ്രസ്താവന, അവനെ പിഴിയുന്ന പ്രസ്താവന സർക്കാർ നിർത്തലാക്കിക്കൂടെ? സിഗരറ്റ് കമ്പനികൾ നിർത്തലാക്കുന്നില്ല, മറിച്ച് ഒരു വ്യക്തി സിഗരറ്റ് വാങ്ങിച്ച് പൊതുസ്ഥലത്ത് വലിച്ചു കഴിഞ്ഞാലോ അല്ലെങ്കിൽ വെളിയിൽ വലിച്ചു കഴിഞ്ഞാലോ അവന് ഫൈൻ ഈടാക്കുന്നു. എന്ത് വൃത്തികെട്ട പ്രസ്താവനകളാണ് സർക്കാർ ഇറക്കുന്നത് എന്ന് വെച്ചാൽ ബുദ്ധിശൂന്യമായ പ്രസ്താവനകൾ, വളരെ
ഖേദകരമുണ്ട്. ഇങ്ങനെ ഒരു സർക്കാർ ഒരു അർത്ഥശൂന്യ വാക്കുകൾ ഉപയോഗിക്കരുത്. കാരണം നിങ്ങളെയൊക്കെ വിശ്വസിച്ച് നിങ്ങളൊക്കെ വളരെ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ടാണ് പൊതുജനങ്ങൾ നിങ്ങളെ വോട്ട് ചെയ്ത് ജയിപ്പിച്ചു വിടുന്നത്. ആ പൊതുജനങ്ങളെ തന്നെ നിങ്ങൾ കൊല്ലാക്കൊല ചെയ്യുന്നത് മോശമല്ലേ? ആദ്യം ബഹുമാനനായ ഗണേഷ് കുമാർ മന്ത്രി ഈ പ്രസ്താവന ഇറക്കുമ്പോൾ, അതായത് ഒരു വാഹനം ഇറക്കുമ്പോൾ അതിൽ നിന്ന് എക്സ്ട്രാ ഫിറ്റ് ചെയ്യുന്ന വ്യക്തിക്കെതിരെ നടപടിയെടുക്കുമെന്നും കേസെടുക്കുമെന്നും ഫൈൻ ഈടാക്കുമെന്ന് പറഞ്ഞ മന്ത്രി ആദ്യം കേരളത്തിലെ ഇതേപോലെയുള്ള സാധനങ്ങൾ വിൽക്കുന്ന കടകളുടെ ലൈസൻസ് റദ്ദ് ചെയ്ത് അത് അടച്ചു പൂട്ടുകയാണ് ആദ്യം വേണ്ടത്. മറ്റുള്ള മന്ത്രികളിൽ നിന്നും വ്യത്യസ്തമായി ഞാൻ ഗണേഷ് കുമാറിനെ വളരെ ആദരിക്കുന്നുണ്ട്. കാരണം സത്യസന്ധനാണ്. പക്ഷേങ്കിൽ ഈ പ്രസ്താവന വളരെ മോശമാണ്. അത് ചെയ്യുന്നത് നിങ്ങൾക്ക് നല്ലതാണ്, അത് ചെയ്യൂ, ഇറക്കൂ, ഒരു കുഴപ്പമില്ല. പക്ഷേ ഇത് വിൽക്കുന്ന കടകൾ കൂടി നിങ്ങൾ പൂട്ടേണ്ടതുണ്ട്. ഇല്ലെങ്കിൽ പ്രസ്താവന ശരിയല്ല. എങ്ങനെ മദ്യശാലകൾ തുറന്ന് പ്രവർത്തിക്കുന്നു? മദ്യം വിൽക്കുവാൻ സർക്കാർ അനുമതിയുണ്ട്, പക്ഷേ കഴിക്കുവാൻ സാധാരണക്കാരൻ അനുമതിയില്ല. ശരി തന്നെയാണ്. പക്ഷെ നിങ്ങൾ പറയുന്ന പ്രസ്താവനയിലും നിയമത്തിലും ന്യായത്തിലും ഒന്നും ഇന്ന് എത്ര മദ്യപാനികൾ ന്യായപരമായി ചെയ്യുവാൻ കഴിയുന്നുള്ളൂ? വീട്ടിൽ പോയിരുന്ന് കഴിക്കുവാൻ കഴിയത്തില്ല പലർക്കും. ഞാൻ മദ്യം കഴിക്കുന്നവരെ പ്രോത്സാഹിപ്പിക്കുന്നില്ല, പക്ഷേ അവരെ നിലയ്ക്ക് നിർത്തേണ്ടത് നിങ്ങളുടെ കടമയാണ്. മദ്യം കൊടുത്താൽ മാത്രം പോരാ, അത് കഴിക്കുവാനുള്ള അനുമതി, അതിനുള്ള സംവിധാനങ്ങൾ സർക്കാർ ഒരുക്കി കൊടുക്കണം. പിന്നെ നിങ്ങൾ ബഹുമാനപ്പെട്ട മന്ത്രി വേറെ പ്രസ്താവന ഇറക്കിയിരുന്നു, കൺസെഷൻ്റെ കാലം ഓൺലൈനിൽ നിങ്ങൾക്ക് അപേക്ഷ നൽകിയാൽ മതി, നിങ്ങൾക്ക് കാര്യം നടക്കുമെന്ന്. കഴിഞ്ഞ കാലങ്ങളിൽ സൗജന്യമായി നേർന്നുകൊണ്ടിരുന്ന സേവനങ്ങൾ ഇന്ന് സാധാരണക്കാരൻ അക്ഷയ വഴി പോയി സേവനങ്ങൾ ക്യൂ നിൽക്കേണ്ട, ദിവസങ്ങളോളം അക്ഷയ സെൻറ്ററിൽ ചെല്ലേണ്ട ഗതികേട് ഇന്ന് സാധാരണക്കാർ വന്നിരിക്കുകയാണ്. നേരത്തെ ഒരു സർക്കാർ ഓഫീസിൽ ചെന്ന് കഴിഞ്ഞാൽ നേരിട്ട് നടക്കുന്ന കാര്യങ്ങൾ ഇന്ന് ഓൺലൈനിലാക്കിയ നിമിത്തം കഴിഞ്ഞൊരു ദിവസം ഒരു വ്യക്തി എന്നോട് പറഞ്ഞത്, ഇപ്പോൾ എൻ്റെ കുഞ്ഞിൻ്റെ അഡ്മിഷൻ്റെ എൻ്റെ കുഞ്ഞിൻ്റെ കൺസെഷൻ്റെ കാര്യത്തിൽ 3-4 പ്രാവശ്യം അക്ഷയ ചെന്നു. അവിടെ ചെല്ലുമ്പോഴെല്ലാം ലൈൻ ബിസി, നെറ്റ്വർക്ക് കംപ്ലൈൻറ്റ്, അങ്ങനെ പല കംപ്ലൈൻറ്റ് പറഞ്ഞ്, അത് മാത്രമല്ല 50 രൂപ ഈടാക്കേണ്ട സ്ഥാനത്ത് ഇന്ന് അക്ഷയ സെൻറ്ററുകൾ വളരെ വലിയ ചാർജുകൾ ഈടാക്കുകയാണ്. എന്നാൽ സാധാരണക്കാരനെ പിഴിയുക വളരെ മോശകരമാണ്, വളരെ മോശകരം. നിങ്ങൾ ഇങ്ങനൊന്നുമല്ല, സാധാരണക്കാരൻ്റെ മധ്യത്തിൽ ഇറങ്ങിച്ചെന്ന് അവൻ്റെ അഭിപ്രായം ചോദിച്ചിട്ട് വേണം നിങ്ങൾ ഓരോ നിയമ നടപടികൾ എടുക്കുവാൻ. വെറുതെ അടിച്ചേൽപ്പിക്കുന്ന രീതി, നിങ്ങളെ വോട്ട് ചെയ്ത് ജനം കഴുതകളാക്കരുത്, നിങ്ങൾ അവരെ കഴുതകളാക്കരുത്. ഒന്ന് ചിന്തിക്കൂ, ഒന്ന് പ്രവർത്തിക്കൂ. നിങ്ങൾ കഴിഞ്ഞ കാലങ്ങൾ ചെയ്തതിൻ്റെ പ്രതിഫലം പൊതുജനം കരുതയല്ല എന്ന ഉത്തമവാദി ബോധ്യത്തോടെ അവർ നിങ്ങളെ വെളിപ്പെടുത്തി തന്നു. ഇനിയും അത് ആവർത്തിക്കാൻ ഇടവരരുത്. ഇനിയും പഞ്ചായത്ത് ഇലക്ഷനുകളും മറ്റുള്ള ഇലക്ഷനുകളും വന്നുകൊണ്ടിരിക്കുക. ശൂന്യമായി പോകുവാൻ ഇടവരാതെ നിങ്ങളുടെ തെറ്റുകളെ മനസ്സിലാക്കി ന്യായത്തിൻ്റെ പക്ഷത്ത് നിന്ന് പ്രവർത്തിക്കുക. നിങ്ങൾക്കെതിരെ സംസാരിക്കുന്നവനെ കള്ളക്കേസിൽ കുടുക്കുകയോ അങ്ങൊന്നുമല്ല. ഇന്ന് ഒരു സർക്കാർ ഉദ്യോഗസ്ഥ, ഒരു സർക്കാർ ഓഫീസുകളിലും ന്യായമായ നിയമപരമായ ഒരു നടത്തിപ്പും നടക്കുന്നില്ല, ഒരു ന്യായമായ ഒരു കാര്യങ്ങളും നടക്കുന്നില്ല. എല്ലാ സ്ഥാപനങ്ങളും കൈക്കൂലി വാങ്ങുന്ന ഉദ്യോഗസ്ഥന്മാരും സ്വന്തം ഇഷ്ടപ്രകാരം ജീവിക്കുന്ന ഉദ്യോഗസ്ഥന്മാരുമാണ് ഇന്ന് കേരളത്തിലുള്ള സകല സർക്കാർ ഓഫീസുകളിലും. അത് അല്ലെന്ന് തെളിയിക്കുവാൻ സർക്കാരിനെ കൊണ്ട് കഴിയുമെങ്കിൽ ഒന്ന് തെളിയിക്കുക. KSRTCയുടെ കാര്യം ഞാൻ വീണ്ടും അടുത്ത പ്രാവശ്യം പറയുന്നതാണ്. ഇനി അനവധി തെളിവുകൾ, ഈ സംഭവത്തിനകത്ത് അനവധി തെളിവുകൾ ഞാൻ ശേഖരിച്ചു വെച്ചിട്ടുണ്ട്. അത് വേണ്ട രീതിയിൽ ഞാൻ എല്ലാം ചെയ്തു വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഞാൻ തെളിവ് തരാം. ഒരു സർക്കാർ ഓഫീസുകളും വില്ലേജിലായാലും പഞ്ചായത്തിലായാലും മുനിസിപ്പാലിറ്റിയിലായാലും ഒരു സാധാരണക്കാരനെ ദ്രോഹിക്കുന്ന നിലപാടല്ലാതെ സാധാരണക്കാരന് വേണ്ടി നന്മ ചെയ്യുന്ന ഒരു ഉദ്യോഗസ്ഥനും ഇന്നില്ല എന്ന് ഞാൻ പറയും. കാണുമായിരിക്കും 1-2 പേര്. കഴിഞ്ഞ ഒരു ദിവസം ഒരു കുഞ്ഞിൻ്റെ ഒരു വ്യക്തിയുടെ ഓപ്പറേഷനായിട്ട് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ അവയും പ്രാപിച്ചിട്ട് അവർ വന്ന് എന്നോട് പറഞ്ഞ കണക്ക് 40,000 രൂപയോളം അവിടെ അവർക്ക് ചിലവായെന്നാണ്. സൗജന്യ ചികിത്സ ലഭിക്കുന്ന സർക്കാർ ഹോസ്പിറ്റലിൽ ഒരു ഓപ്പറേഷന് പോയപ്പോൾ അവർക്ക് 40,000 രൂപ ചിലവായി. അന്ന് ഇതിനെക്കാട്ടും നല്ലതായിരുന്നു പ്രൈവറ്റിൽ പോകുന്നത് എന്നാണ് അവർ പറഞ്ഞത്. ഇതിനെല്ലാം ഒരു തിരുത്തേണ്ടിയുണ്ട്. ഇത്തരം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. സ്വന്തം അരുൺ നെടുമങ്ങാട്.